ഇപ്പൊ ഞങ്ങൾ ഓൺ വോയിസിൽ കോമഡി വീഡിയോ ഒക്കെ അത്യാവശ്യം ഇടുന്നുണ്ട്. എല്ലാവരും പോയി വീഡിയോസൊക്കെ കണ്ടോളോട്ടാ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എന്നും വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എത്തുള്ളൂ. എല്ലാവരും വരണം, വീഡിയോസ് കാണണം, എന്നും കൂടി ഉണ്ടാവണം. എല്ലാവരും വരുന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വായോട്ടാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? പാട്ട് പാടാനൊന്നും അത്ര അറിയില്ല കേട്ടാ. എന്നാലും കുറച്ചൊക്കെ ഞാൻ പാട്ട് പാടാം. ഹായ് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അതെ, വിളിച്ചോളൂ, ആൻറ്റി തന്നെയാണ്. മിസ്റ്റർ റൈനോ സെന്തിൽ വന്നിട്ടുണ്ടല്ലോ. ഹായ് സീറ്റ് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. വീഡിയോസൊക്കെ ഒന്നിടയ്ക്ക് കണ്ടോളോ, ടൈം കിട്ടണ പോലെ. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ്. ടൗണിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കണത്. എവിടെയാ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട്. തൃശ്ശൂരാണ് കേട്ടോ പ്ലേസ്. തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ്. സുഖമായിട്ടിരിക്കണോ? ചേട്ടനാണ് ചാനലൊക്കെ കൊണ്ടുപോകാറ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനും കൂടി, അല്ല കുറച്ച് നാളല്ല, 1 വീക്കായിട്ട്, ഒരാഴ്ചയായിട്ട് ഞാനും കൂടി ആക്റ്റീവാണ് ചാനലിൽ. അപ്പോൾ പിന്നെ ഓൺ വോയിസിൽ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടാ സെറ്റാക്ക്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്ര ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. നമ്മൾ 9 മണിക്കാണ് ലൈവ് പോകാറ്. ഇനി എന്തായാലും വൈകിട്ട് ഈ ടൈമിൽ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വീട്ടിലിപ്പോൾ ചേട്ടനുണ്ട്, പിന്നെ 2 മക്കളാട്ടോ എനിക്ക്. മൂത്ത മകൻ 10ൽ പഠിക്കണു, ഇളയ മകൻ 7ൽ പഠിക്കുന്നു. പിന്നെ കുഴപ്പമില്ല, എങ്ങനെ പോണു. വീട്ടിൽ അപ്പച്ചുണ്ട്, അമ്മച്ചിയുണ്ട്, ചേട്ടന് പെയിൻറ്റിങ് ആണ്. പിന്നെ കിട്ടുന്ന ടൈമിലൊക്കെ യൂട്യൂബിൽ ആക്റ്റീവായി ആൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ കോമഡി വീഡിയോ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് ചെയ്ത് വരുന്നുണ്ട്. അത്രയ്ക്ക് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും നമ്മൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും ഓൺ വോയിസിൽ വീഡിയോ ഒക്കെ ഇടാണ്. തൃശ്ശൂർ ഒളരി ഭാഗം. തൃശ്ശൂരിൽ എവിടെയാ? ഹസ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയുണ്ട്. ചേട്ടന് വെളിച്ചത്തോട്ട് വരാനായിട്ട്, ഇങ്ങനെ ലൈവിൽ വരാനായിട്ട് ഒരു ചമ്മല. വീഡിയോയിൽ ചേട്ടനുണ്ട് കേട്ടാ. ആളെ പതുക്കെ പതുക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഇന്ന് ഭയങ്കര ജലദോഷമുണ്ട്. അത് കാരണം ഇത്തിരി പിന്നാക്കം അന്ന് വരില്ല ഒട്ടും വിളിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ലൈവ് എന്നോട് ഇടാൻ പറയും. വീഡിയോ ഒക്കെ ആളിടും, എഡിറ്റിങ് ആൾ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്യും. നമുക്കൊന്നും അറിയണ്ട. ഡ്രസ്സ് മാറി ഡയലോഗ് കാണാണ്ട് പറയണം, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എന്താണ് നല്ല വിഷയം. അഖിൽ ഹലോ എന്ന് പറയുന്നുണ്ട്. ഹായ് മുത്തുമണികളെ. ചേച്ചി ടെലഗ്രാമിലുണ്ടോയെന്ന് ചോദിക്കുന്നില്ല. ഞാൻ ടെലഗ്രാമിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചെറിയൊരു കലാകാരിയാണ്, ആർട്ടിസ്റ്റാണ്. ഒരു ചിരി ബമ്പർ ചിരിയിൽ പോയി സ്കിറ്റ് ചെയ്തിരുന്നു 2.5 വർഷം മുന്നേ. ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും നമ്മൾ സെലക്ട് ആയിപ്പോൾ ഒരു ചേച്ചി പറഞ്ഞപ്പോൾ അങ്ങനെ ആ ചേച്ചിയുടെ കൂടെ പോയി സ്കിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 5000 രൂപ അടിച്ചു. അത്രയ്ക്കുള്ള നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ 2-3 സിനിമയിൽ പോലീസായിട്ട് ചെറിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, 2 സിനിമ, ഇനിയിപ്പോൾ ഒരു സിനിമയുടെ എഗ്രിമെൻ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു തമിഴ് മൂവി വന്നിട്ടുണ്ട്. പിന്നെ ഈ ആഴ്ചയിൽ പറ്റിയ ഒരു ചെറിയൊരു സിനിമ നിൽക്കുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമോ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറേ നാളായി ട്രൈ ചെയ്യണു. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കിട്ടോ. ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്ര നാളിവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും എത്തണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞങ്ങളുടെ ചാനലും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും. എന്നും ഞങ്ങളും കൂടി ഉണ്ടാവും. ഹലോ എന്ന് പറയുന്നുണ്ട്. കൈലാസ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഹലോ, എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വായോട്ടാ. പിന്നെ എന്താണ്, തൃശ്ശൂർ എവിടെയാന്ന് പറയുന്നുണ്ട്. ഒളരി കേട്ടിട്ടുണ്ടോ? ഒളരി മദർ ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. കാഞ്ഞാണി റൂട്ട് തൃശ്ശൂർ. വണ്ടികളൊക്കെ നമുക്ക് ശക്തന്. ഇന്ന് എപ്പോഴും നമ്മുടെ റൂട്ട് വണ്ടിയുണ്ട്. വണ്ടിക്കൊന്നും യാതൊരു ക്ഷാമവും ഇല്ല. പിന്നെ മക്കളൊക്കെ ഉറങ്ങി. ഒരുപാട് എഴുതാനും പഠിക്കാനും ഉണ്ടായിരുന്നു. അവർ നേരത്തെ ഉറങ്ങണതാണ്. ഇന്നിപ്പോൾ ഒരാൾ ഉറങ്ങി. ഇപ്പോൾ ഏതാണ്ട് 11 മണി ആയിട്ടുണ്ട്. അത്ര എഴുതാണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം എന്ന് പറയുന്നുണ്ട് അവൻ. കുറേ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ഒരുമിച്ച് ഒരുപാടുണ്ട്. ഒരു ലോഡാണ്. ഇനിയിപ്പോൾ എന്താണ്, ചേട്ടന് വയ്യാത് കാരണാട്ടാ. ചേട്ടാ ബുക്ക് എടുത്ത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അവിടെ മഴയൊക്കെ ഉണ്ടാ? ഞങ്ങളുടെ ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടാ. ഞങ്ങൾ ലൈവ് ഇടുമ്പോഴേ ആരും വരാറില്ല. ഇപ്പം എനിക്ക് ആ ഭയങ്കര അതിശയം. നന്നായിട്ട് എല്ലാവരും വരുന്നുണ്ട്. എനിക്ക് തോന്നണേ ഈ ടൈമായ കാരണമാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇടുന്നത് 9 മണിക്കല്ലേ ഇടാറ്. അപ്പോൾ പണികളൊന്നും ആരുടെയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഒന്ന് ഇരുന്ന് തോണ്ട. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവിടുത്തെ വിശേഷം. ഇന്നലെ നല്ല